ഹായ്, ഇന്ന് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇവിടെ ഒരാൾ മുടി നീട്ടി വളർത്തിയിരിക്കുകയാണ്. ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്ന് ഹോട്ട് ഓയിൽ ചെയ്തു തരണമെന്ന് പറഞ്ഞു. തലയിൽ താരനുണ്ടെങ്കിൽ അത് മാറാനും മുടിയുടെ ആരോഗ്യത്തിനും ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മഴക്കാലത്ത് ഏറ്റവും ബെറ്ററാണ് ഹോട്ട് ഓയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ലേഡീസിനേക്കാളും കൂടുതൽ മുടിയുണ്ട് ഒരാൾക്ക് ഇവിടെ. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം എടുക്കുക. ഡബിൾ ബോയിലിംഗ് സിസ്റ്റമാണ് ഹോട്ട് ഓയിലിന്. അപ്പോൾ വെള്ളം ചൂടാക്കിയതിന് ശേഷം ചെറിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. മുടി കൂടുതലുള്ളവർക്ക് അത്ര വേണം. ഇതെനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് കൂടുതലാണ്. വെള്ളം ചൂടാകുന്നുണ്ട്. ആ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഓയിലുള്ള പാത്രം ഇറക്കി വെക്കുക. അതിനുശേഷം ആ ഓയിൽ നല്ലവണ്ണം ചൂടാവണം. അതിലേക്ക് നമ്മൾ കൂടുതൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ വീട്ടിൽ നിന്ന് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തുളസിയില മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാകാൻ തുടങ്ങി. ആ എണ്ണയിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതായതുകൊണ്ടാണ് തുളസിയില ഇടുന്നത്. പാർലറിൽ നിന്ന് രഹസ്യമാണ് കേട്ടോ പറയില്ല. അപ്പോൾ തുളസി ഇട്ടു. ആ തുളസിയും അതിൻ്റെ കൂടെ നല്ലവണ്ണം ചൂടാവണം. സാധാരണ തലയിൽ പേനൊക്കെയുള്ള ചെറിയ മക്കൾക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പേനും ഈരും ഒക്കെ പോകും. ഇളം ചൂട്ടിലാണ് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ കുട്ടികളുടെ തല നല്ല വൃത്തിയായിരിക്കും. തുളസി നല്ലവണ്ണം ചൂടാവണം. അങ്ങനെ നമ്മുടെ തുളസി വാടി വന്നിട്ടുണ്ട്. ഈ തുളസിയുടെ ഗുണങ്ങൾ നമുക്ക് തല മസാജ് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇത് ഇറക്കി വയ്ക്കുകയാണ്. ഇത് പുറത്തേക്ക് ഇറക്കി വെച്ചു. നമ്മുടെ ഹോട്ട് ഓയിലുള്ള ഓയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യം മുടി നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ചീകണം. നന്നായി ചീകിയതിന് ശേഷം എങ്ങനെയുണ്ട് അന്യൻ, നമ്മുടെ വീട്ടിലെ അന്യൻ. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടങ്ങുകയാണ്. മുടി പാർട്ടായി എടുത്ത് സ്കാൽപ്പിൽ വേണം നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്യാൻ. തലയ്ക്ക് ഇതുപോലെ മാസത്തിലൊരിക്കൽ മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മുടി വല്ലാതെ പോകുന്നവർക്ക് ഇത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. താരൻ മൂലം അധിക പേർക്കും തലചൊറിച്ചിലുണ്ടാകാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ അത് മാറുന്നതാണ്. ഓരോ മുടിയിഴകളിലും ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം ഇതിന് കിട്ടുകയുള്ളൂ. ഇത് ലേഡീസിനും ജെൻസിനും ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജെൻസിനെ തന്നെ ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. ചിലവർക്കൊരു ധാരണയുണ്ട് ഇതൊക്കെ ലേഡീസിന് മാത്രമാണെന്ന്. അതല്ല, ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുടി സംരക്ഷണം നല്ലതല്ലേ.
നമ്മളിത് ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല കേട്ടോ, തലയിൽ ഹെന്നയും ഇടാറുണ്ട്. ഹെന്ന ട്രീറ്റ്മെന്റ് ഇടുന്നത് നമ്മൾ വേറൊരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തലയുടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിന് നമ്മൾ ഈ എണ്ണ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്നേ ദിവസം നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. നമ്മൾ അതെ, ഉറക്കില്ലാത്തവർക്കൊക്കെ ഇതൊരു നല്ല ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ നമ്മൾ എടുത്ത എണ്ണ കുറച്ച് കൂടുതലാണ്. ഇത് കുറച്ച് മുടി മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എണ്ണ ബാക്കിയാണ്. ഒരുപാട് മുടിയുള്ളവർക്ക് കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും. അപ്പോൾ എണ്ണ കംപ്ലീറ്റ് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ലൈറ്റായിട്ട് മസാജ് കൊടുത്തു തുടങ്ങാം. ഇത് മസാജ് നല്ല സുഖമുണ്ട് കേട്ടാ. അത് അപ്പൊ ഉറക്കി വരുന്നു ഇപ്പം തന്നെ. തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നമുക്ക് ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ഏറ്റവും ബെറ്റർ ആണ്. തലയിൽ എണ്ണ തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഹെയർ സ്പാ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹെയർ സ്പാ എന്നതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ഈ തല മസാജ് ചെയ്യുമ്പോൾ തന്നെ മസാജ് ചെയ്യുന്ന വ്യക്തികൾ ഉറങ്ങിയിരിക്കും. സാധാരണ പാർലറിനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. മസാജ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ. ഇളം ചൂടുള്ള എണ്ണ ചെറിയൊരു കോട്ടൺ ഉപയോഗിച്ചാണ് കേട്ടോ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ലേഡീസിനേക്കാളും കുറച്ച് സ്ട്രോങ് ആയി വേണം ജെൻസിന്റെ തല മസാജ് ചെയ്യേണ്ടത്. വീട്ടിൽ നിന്ന് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അറിയുന്നവർ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പാർലറിൽ വരണ്ട എന്നല്ല കേട്ടോ, പാർലറിൽ പ്രത്യേക ട്രീറ്റ്മെന്റ് ആണ്. വീട്ടിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ തരികിട ട്രീറ്റ്മെന്റ് ഒക്കെ മതി. വീട്ടിൽ നിന്ന് ഇതുപോലെ ചെയ്താൽ മതി, കുഴപ്പമില്ല. പാർലറിൽ പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരാകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് തരികിടയൊക്കെ ആക്കും. പാർലറിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന പൈസ മുതലാവും. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ല ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയാണ്. പഴയ ദേഷ്യ. എന്തായാലും ഞാൻ ഇടക്കിടക്ക് ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യം തീർക്കലെന്നാ പറഞ്ഞിരുന്നേ. സാധാരണ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ആവി കൊടുക്കുന്നത് നല്ലതാണ് തലയ്ക്ക്. ഇതിപ്പോൾ മസാജ് ഒരുപാട് ചെയ്തതുകൊണ്ട് ആവിൻ്റെ ആവശ്യമില്ല. കാരണം താരനുണ്ടെങ്കിലാണ് ഏറ്റവും ബെറ്റർ ആവി കൊടുക്കൽ. അപ്പോൾ തല നല്ലവണ്ണം മസാജ് ചെയ്തതിന് ശേഷം സാധാരണ രീതിയിൽ നമ്മൾ ആവി പിടിക്കാറുണ്ട്. പക്ഷേ ഈ മുടിക്ക് ആവി പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം തലയിൽ താരനുണ്ടെങ്കിലാണ് കൂടുതലായിട്ട് ആവി പിടിക്കേണ്ടത്. ഇതിപ്പോ താരനൊന്നുമില്ല. സ്റ്റീമറിലെങ്കിലാ, സ്റ്റീം ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ഒരു തോർത്തെടുത്ത്, തോർത്തായാലും ടർക്കി ആയാലും കുഴപ്പമില്ല, ഒരു ടർക്കിയോ തോർത്തോ ഉപയോഗിച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ അത് മുക്കിയതിന് ശേഷം അത് പിഴിഞ്ഞ് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അവർക്ക് ഒരു ആവി കിട്ടിയൊരു ഫീൽ ഉണ്ടാവും. ഈ തലക്ക് ഇപ്പൊ ആവിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്നില്ല. പണി കൂടുതലായത് കൊണ്ടൊന്നുമില്ല, മാക്സിമം എന്നെ പണിയെടുപ്പിക്കേണ്ട പരിപാടിയാ അല്ലേ. പണി കൂടുതലായത് കൊണ്ടല്ല, ഈ തലക്ക് ഇപ്പൊ ആവിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. കാരണം നമുക്ക് സ്കാൽപ്പ് കണ്ടാൽ മനസ്സിലാവും. കാരണം സ്കാൽപ്പിൽ താരൻ ഉണ്ടെങ്കിൽ എന്തായാലും ആവി കൊടുക്കണം. കാരണം ആവി കൊടുത്തതിന് ശേഷം ആ സുഷിരങ്ങൾ നമുക്ക് തുറന്നു വരും. അപ്പോൾ മസാജ് ചെയ്ത ഓയിലൊക്കെ ആ സുഷിരങ്ങളിൽ കൂടി ഇറങ്ങും. ഇതിന് അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ ഇത്
തലയിലൊന്നും വേറെ കേടുപാടൊന്നുമില്ല. നിങ്ങളെ തലയിൽ ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കേടുപാടൊന്നുമില്ല. അല്ല, തലയിൽ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ഇതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഷാമ്പു വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത ഇളം ചൂടുള്ള ഓയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ആ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കൽ തന്നെയാണ്. പിന്നെ ആ മാസത്തിൽ ഒരിക്കൽ ഇത് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആണ്. അപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി. പിന്നെ ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ചെവിയും കഴുത്തും ഒക്കെ മസാജ് ചെയ്യാം.